ഇത് നമ്മൾ മതിലിൻ്റെ ഫൗണ്ടേഷനാണ്. ചെറിയ കിറ്റാച്ചി മാന്തിയതാണ് ഫുള്ളായിട്ട്. 1.5 അടി താഴ്ചയുണ്ട്, 2 അടി വീതിയാണ്. അപ്പോൾ നമുക്കൊരു ഇവിടെ നിന്ന് ഒരു 10-20 അടിക്ക് എൽ ഷേപ്പിലേക്ക് കുറച്ച് ഇവിടെ ഒരു 10 അടി, ഇങ്ങനെ ഒരു 10 അടി കൂടുതലുണ്ട്. അവിടെ മാത്രം ഒരു ഹൈറ്റ് കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് മൊത്തം അടിച്ചിരിക്കുന്നത് 3 യൂണിറ്റ് കല്ലടിച്ചിട്ടുണ്ട്. ഒരു 2 യൂണിറ്റിൻ്റെയും ഒരു യൂണിറ്റിൻ്റെയും വണ്ടി അടിച്ചിട്ടുണ്ട്. ഒരു 3/4 യൂണിറ്റ് കല്ല് പഴയ കുറച്ച് കട്ടകളുണ്ട്, ഫൗണ്ടേഷൻ നേരത്തെ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മതിയാവും നമുക്കിതിലേക്ക് ഫുള്ളായിട്ട്. ഇവിടേക്ക് ഒരു 1.5 അടിയേ ഉള്ളൂ, 1.5 അടി. അതുപോലെ മേളിലേക്ക് ഒരു കെട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ അടി ഫൗണ്ടേഷൻ ഇട്ടപ്പോൾ വാട്ടർ പൈപ്പിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ലോഡാണ്ടാവാണ്ട് പൊട്ടിപ്പോണ്ടാവേണ്ടി നമ്മൾ ഒരു PVC പൈപ്പിൻ്റെ നടുവായി പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ ഇറക്കിയതാണത്. എപ്പോഴെങ്കിലും എന്തെങ്കിലും എന്തായാലും അതിനുള്ളിൽ കൂടെ ഊരിയെടുക്കാൻ നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റ് അത് അടി ഫൗണ്ടേഷൻ്റെ അടിയിൽ തന്നെ പെട്ടുപോയി. അത് കാരണം നമ്മൾ ഒരു PVC പൈപ്പ് ഇട്ട് അത് കറക്റ്റാക്കി അടിയൊക്കെ നമ്മൾ ലെവൽ ചെയ്ത് വാട്ടർ ലെവൽ ചെയ്ത് കറക്റ്റാക്കിയാണ്. മണ്ണൊക്കെ ഇട്ട് വെള്ളമൊഴിച്ച് അതിന് മേലെ കുറച്ചും കൂടി ചെറിയ പീസ് കല്ലൊക്കെ ഇട്ട് ഒന്ന് ലെവലാക്കിയിട്ട് മേലേക്ക് ഒരു 1.5 അടി ഹൈറ്റ് വരുന്ന ഫുള്ളായിട്ട്. ആ 1.5 അടി കെട്ട് കംപ്ലീറ്റ് നമ്മൾ സിമെൻറ്റ് ഇട്ടിട്ടാണ് കെട്ടുന്നത്. 1.5 അടി ഈ താഴ്ഭാഗത്ത് നമുക്ക് നിലമടത്തേക്ക് ഒരു 1.5 അടി, മുകളിലേക്കൊരു 4 അടി ഹൈറ്റും വരുന്നുണ്ട്. ഈ ഒരു 20 അടി മേലെ നീളത്തേക്ക് മാത്രമാണ് ഈ 4 അടി ഹൈറ്റ് വരുന്നത് കെട്ട്. ബാക്കിയൊക്കെ 1.5 അടിയേ ഉള്ളൂ ഫുള്ളായിട്ട്. കെട്ടാനും ആ 1.5 അടിൻ്റെ മേലെ പോയിൻ്റ് ചെയ്യാനും കൂടെ നമുക്കൊരു 5 ചാക്ക് സിമെൻറ്റ് വരും മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സൈഡിൽ നിന്ന് മോൾ ഭാഗത്ത് മട്ടിയൊക്കെ ഇട്ട് ലെവലാക്കി കറക്റ്റാക്കിയിട്ടുണ്ട്. മോൾ ഭാഗം ഫുള്ളായിട്ട് ഫുൾ നീളം വന്നിട്ട് 60 അടി നീളം വരുന്നുണ്ട് ഫുള്ളായിട്ട്. താഴത്തേക്ക് 1.5 അടി, മേലേക്ക് 35 അടി നീളത്തേക്ക്, താഴത്തെ 1.5, മേലേക്ക് 1.5